ഇന്ന് എൻ്റെ പാവയ്ക്ക ഹാർവെസ്റ്റിംഗ് ആണ്. പഴുത്തൊരു പാവയ്ക്കായും പച്ചൊരു പാവയ്ക്കായും. ഇനി ഇത് അടുത്തൊരു ദിവസം പറിച്ചെടുക്കാം. അപ്പോൾ ഇത്രയും എളുപ്പമായിട്ടും പാവയ്ക്ക കൃഷി ചെയ്ത് നമുക്ക് പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാം, പാവൽ കൃഷി നടത്താം എന്ന് മനസ്സിലായല്ലോ. ഓക്കെ, മന്ന വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എൻ്റെ അബിയു പ്ലാന്റ്, മുറ്റത്ത് വളർത്തിക്കൊണ്ടിരുന്ന അബിയു പ്ലാന്റ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നല്ലോ. ഈ അബിയു പ്ലാന്റിന് ചുവട്ടിൽ വലിയ വേനൽ വന്നപ്പോൾ എൻ്റെ ഗാർഡൻ പ്ലാന്റ്സ് എല്ലാം ഞാൻ ഇങ്ങോട്ട് പെറുക്കി വെച്ചു. അപ്പോൾ അവർക്ക് വലിയ വെയിലിൻ്റെ പ്രശ്നം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് വിചാരിച്ച് ഇപ്പോൾ എല്ലാ ഗാർഡൻ പ്ലാന്റ്സിൻ്റെ കൂടെ ഇവിടെ ഒരു പാവൽ ഉണ്ടോ. അവിടെ ഈ കാണുന്നത് നമ്മുടെ രമ്പയാണ്, കണ്ടോ, ഇത് രമ്പ. എല്ലാവരും ഉണ്ട് ഇവിടെ, രമ്പ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ വന്നപ്പം ഒരു കമ്പ് വെച്ച് കൊടുത്തപ്പോൾ ഇവിടെ കിളുത്ത പാവൽ അതേ കയറി അങ്ങ് മേഞ്ഞ് മുകളിലോട്ട് പോയി. ഇത് കണ്ടോ, പാവയ്ക്ക ഉണ്ടായി, പഴുത്ത് കഴിഞ്ഞു. ഒരാഴ്ചയിൽ 2 ദിവസം തോരന് വയ്ക്കാനുള്ള പാവയ്ക്ക ഈ ഒരു കമ്പയിൽ കയറ്റി വിട്ടാൽ ഈ പാവൽ തരും. പിന്നീട് ഞാൻ നോക്കുമ്പോൾ പല സ്ഥലത്തായിട്ട് ഇതേ വേറൊരു പാവയ്ക്ക ഉണ്ട്, പിന്നെ ഇതേ വേറൊരു പാവയ്ക്ക, ഇപ്പം തന്നെ 3 പാവയ്ക്ക ഇതിലുണ്ട്. അപ്പോൾ ഈ പാവയ്ക്ക പഴുത്തു പോയാൽ അതൊരു വേറെ രീതിയിൽ കറി വെക്കാം, നഷ്ടമായെന്ന് വിചാരിക്കണ്ട. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. 2 ഗുണമുണ്ട് പാവയ്ക്ക എടുത്താൽ. ഒന്നൊരു പ്രത്യേക രീതിയിലുള്ള കറി വയ്ക്കാം, 2 അതിൻ്റെ വിത്തെടുത്ത് ഇതിൻ്റെ ചുവട്ടിലോട്ടിട്ടാൽ അത് നമുക്ക് വീണ്ടും ഇതിൽ പാവലായിട്ട് വളർന്നു വരും. അപ്പോൾ ഈ പാവയ്ക്ക ഇന്ന് ഞാൻ ഹാർവെസ്റ്റ് ചെയ്യാൻ പോവുക. ഇത് കണ്ടോ, ഇതാണ് പഴുത്ത പാവയ്ക്ക. ഇനി ഈ പച്ച പാവയ്ക്കയും കൂടെ പറിച്ചേക്കാം. ഇത് വിളഞ്ഞിട്ടില്ല, ഇത് അടുത്തൊരാഴ്ചത്തേക്ക് ഇത് മതി. ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ, ഒരു തോരന് ഇത്രയൊക്കെ മതി. പിന്നെ ഇതുകൊണ്ടൊരു പ്രത്യേക കറി ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം. ഇത് തുറന്ന് ഇതിൻ്റെ വിത്ത് ഞാനിപ്പോൾ ഇവിടെ തന്നെ ഇടും. അപ്പോൾ അടുത്ത ഒരു 2 മഴ കഴിയുമ്പോഴത്തേനും ഇത് വീണ്ടും കിളുത്ത് കയറി വരും. ഇവിടെ ഇതിൻ്റെ തൈ ഇപ്പോഴും ഇതിൻ്റെ താഴെയൊക്കെ ഉണ്ടായി നിൽപ്പുണ്ട്. ഇവിടെ ഒരു ഭാഗത്ത് ഞാനൊരു തൈ കണ്ടായിരുന്നു, അത് കണ്ടോ, ഒരു ചെറിയ തൈ മുളച്ചു വരുന്നു. ഇതിൻ്റെ വിത്തുകൾ ഇങ്ങനെ യഥാസ്ഥാനം നമ്മൾ ഇട്ടുകൊണ്ടിരുന്നാൽ ആ സ്ഥാനത്ത് തന്നെ അത് കിളിർത്ത് വരും. ഇത് കണ്ടോ, ഡെസേർട്ട് റോസ്. അങ്ങനെ എല്ലാ പ്ലാന്റ്സിനും ചൂട് സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ ഞാൻ അവരെല്ലാം ഇങ്ങോട്ട് എടുത്തു വെച്ചു. അപ്പം അങ്ങനെ വേനൽക്കാലത്ത് ഈ മരത്തിൻ്റെയൊക്കെ ചുവട്ടിലോട്ട് നമ്മുടെ ചെടി പ്ലാന്റ്സിനെ അല്ലെങ്കിൽ ഗാർഡൻ പ്ലാന്റ്സിനെ അല്ലാതെ വെജിറ്റബിൾസിനെയും കൊണ്ടുവച്ചാൽ ഇതുപോലെ അവർ ഒന്നിച്ച് വളർന്നോളും. ഇത് കണ്ടോ, ഇത് അടുത്ത 2 ദിവസം കഴിയുമ്പോൾ പറിക്കാം ഈ പാവയ്ക്ക. അപ്പം ഇങ്ങനെയും കൃഷി ചെയ്യാം. പ്രത്യേക പരിപാലനം ഒന്നുമില്ലാതെ തന്നെ ഒരു തോരനുള്ളത് എല്ലാ ആഴ്ചയും ഇവിടെ നിന്ന് കിട്ടും.